കോഴിക്കോട്ടേക്ക് തന്നെയാണ്. കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് ആട്ടു തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. അന്വേഷണ സംഘം ഇന്ന് കുടുംബത്തിൻ്റെ മൊഴിയെടുക്കും. മകൾ ആദിമ നൈന ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയാകും പോലീസ് രേഖപ്പെടുത്തുക. ദീപക് ധർമ്മടം ചേരുന്നു വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ പറഞ്ഞതുപോലെ കോഴിക്കോട് മഴ കനക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അത്യാവശ്യം നല്ല രീതിയിൽ മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്. മഴയുടെ തണുപ്പ്, അതായത് രാവിലെ ചെറിയ മഴ തുടങ്ങി, ഇപ്പോൾ മഴ കനത്ത് നല്ല ശക്തമായ മഴയിലേക്ക് എത്തി. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ മറ്റൊരു വലിയ ചൂട് വാർത്തയിലുള്ള ഒരു നടപടിയിലേക്കാണ് ആദ്യം ഇപ്പോൾ പ്രേക്ഷകരുടെ മുൻപിൽ ആ വാർത്തയാണ് പങ്കുവയ്ക്കുന്നത്. അതായത് കോഴിക്കോട്ടെ വ്യവസായി മാമി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയിരുന്നു. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു അന്വേഷിച്ചിരുന്നത് മലപ്പുറം SP-യുടെ നേതൃത്വത്തിൽ. എന്നാൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൽ IGP പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ AU പ്രേമൻ DYSP ആണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ഈ കേസിൽ നിർണായകമായ മൊഴി രേഖപ്പെടുത്തൽ, അതായത് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കാരണം കേസിന്റെ ഫയൽ CD, കേസ് ഡയറി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കടന്നു. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യ നടപടിയാണ് ഇതിൽ ഈ പരാതിക്കാരുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത്. കാരണം ഈ മുഹമ്മദ് ആട്ടൂർ എപ്പോൾ മിസ്സായത് എവിടെ വെച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ വിവരമുണ്ട്. മാത്രമല്ല, ചില നിർണായക ഘട്ടത്തിലേക്ക് കേസ് എത്തുമ്പോഴായിരുന്നു ബന്ധുക്കൾ അല്ലെങ്കിൽ മറ്റ് സമരസമിതിക്കാരൊക്കെ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. പക്ഷേ എന്നാൽ CBI അന്വേഷണം നടത്താൻ അനുവദിക്കാൻ വേണ്ടി ഇപ്പോൾ തയ്യാറായില്ല. DGP കേസ് ക്രൈംബ്രാഞ്ചിനാണ് കൈമാറിയത്. ആ ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തൽ, ആദ്യഘട്ടത്തിലുള്ള മൊഴി രേഖപ്പെടുത്തലാണ് ഇന്ന് നടക്കുക. ഇതിൽ മകൾ അദീന നൈന ഉൾപ്പെടെയുള്ള ബന്ധുക്കളുമായി സംസാരിക്കും. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം. ഇന്നലെ PV അൻവർ MLA അവിടെ എത്തിയിരുന്നു. നിരവധി ആരോപണങ്ങളെല്ലാം ഉണ്ട്. ഈ ഘട്ടത്തിൽ കല്ലും നെല്ലും തിരിയാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമായി ഇത് മാറണം എന്നുള്ളതാണ് പൊതുവിൽ എല്ലാവരുടെയും ആവശ്യം, സമരസമിതിയുടെയും ബന്ധുക്കളുടെയും എല്ലാം ആവശ്യം. ഇന്ന് മൊഴി രേഖപ്പെടുത്തും.